എല്ലാവർക്കും വർത്തമാനം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുകയല്ലേ? ആരോഗ്യം ശ്രദ്ധിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം, പ്രതിരോധ ശേഷി തരുന്ന ആഹാരം കഴിക്കണം, ശുചിത്വം പാലിക്കണം. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വർത്തമാനം തുടങ്ങാം. കഴിഞ്ഞ വർത്തമാനത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? വ്യഞ്ജനങ്ങളെ വർഗാക്ഷരങ്ങൾ, മധ്യമം, ഊഷ്മാവ്, ഘോഷി എന്ന് തരംതിരിച്ചിട്ടുണ്ടല്ലോ. വർഗാക്ഷരങ്ങളെ രണ്ട് വിധത്തിൽ തരംതിരിക്കുന്നത് പറഞ്ഞു. അതെങ്ങനെയായിരുന്നു? കാ മുതൽ മാ വരെയുള്ള 25 വ്യഞ്ജനങ്ങളെ 5 വർഗമായി തിരിച്ച് ഓരോ വർഗത്തിലെയും ആദ്യാക്ഷരങ്ങളുടെ പേര് നൽകി. അത് കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. ഉച്ചാരണ ഭേദമനുസരിച്ച് വർഗാക്ഷരങ്ങളെ ഖരം, അതിഖരം, മൃദു, ഘോഷം, അനുനാസികം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. കചടതപ ഖരം, ഗ ജ ഡ ധ ഭ അതിഖരം, ഗ ജ ഡ ദ പ മൃദു, ഗ ജ ഡ ദ ഭ ഘോഷം, ങ ഞ ണ ന മ അനുനാസികം. അടുത്തത് മധ്യമം. മധ്യമം ഏതൊക്കെയാണെന്ന് നോക്കാം. യ, ര, ല, വ, ള, ഴ, റ, ന ഇത്രയുമാണ് മധ്യമങ്ങൾ. ഇനിയും ഊഷ്മാവ് ഏതൊക്കെയാണ്? ശ, ഷ, സ. അടുത്തത് ഘോഷി, ഹ. ഇത്രയുമാണ് ഉച്ചാരണത്തിൻ്റെ സ്ഥാനഭേദമനുസരിച്ചുള്ള തരംതിരിക്കൽ. ഇനിയും വ്യഞ്ജനങ്ങളെ ദൃഢങ്ങളെന്നും ശിഥിലങ്ങളെന്നും വീണ്ടും തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ശിഥില അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അനുനാസികങ്ങളായ ങ, ഞ, ണ, ന, മ. മധ്യമങ്ങളായ യ, ര, ല, വ, ള, ഴ, റ, ന. ഘോഷിയായ ഹ. ഇത്രയുമാണ് ശിഥിലാക്ഷരങ്ങൾ. ബാക്കിയുള്ള വ്യഞ്ജനങ്ങൾ ദൃഢാക്ഷരങ്ങളാണ്. അപ്പോൾ ശിഥിലവും ദൃഢവും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? മധ്യമങ്ങൾ, ഊഷ്മാവ്, ഘോഷി. ഏതൊക്കെയാണ് മധ്യമങ്ങൾ? യ, ര, ല, വ, ള, ഴ, റ, ന ഇവയാണ് മധ്യമങ്ങൾ. ഇനിയും ഊഷ്മാവ് ശ, ഷ, സ. അടുത്തത് ഘോഷി. ഘോഷി ഏതാണ്? ഹ. ഒരു തരംതിരിക്കൽ കൂടിയുണ്ട്. ശിഥിലം, ദൃഢം. അനുനാസികങ്ങൾ, മധ്യമങ്ങൾ, ഹ എന്നിവ ശിഥിലം, മറ്റുള്ള വ്യഞ്ജനങ്ങൾ ദൃഢം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? എല്ലാവരും മനസ്സിരുത്തി പഠിക്കുക. എത്ര പ്രയാസമുള്ളതും ലളിതമാകും. അപ്പോൾ നമ്മൾക്ക് വീണ്ടും വർത്തമാനത്തിൽ ഒരു പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.